അപ്പോൾ ആൻറ്റി രാവിലെ മേക്കപ്പൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തിലെ ഏറ്റവും ഒരു സന്തോഷമുള്ള സമയമാണിത്, മേക്കപ്പ് ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നടക്കാനൊക്കെ പോയി. ഒരുപാട് ഡിയർ മാൻ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ക്യാരറ്റൊക്കെ തിന്നാൻ കൊടുത്തു. ഒരുപാട് പേരങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ മേല് കഴുകി. ഞാൻ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്യുന്ന ആഴ്ചയിൽ ഒരിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ മേല് കഴുകി കഴിഞ്ഞ് ഞാൻ ഈ ടോപ്പൊക്കെ വെയർ ചെയ്തു. എൻ്റെ ലേസാണ്. ഇതിൻ്റെ കളർ ഒരു പ്രത്യേക കളറാട്ടോ. ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ ബ്ലൂ അല്ല, എന്നാൽ പർപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ പർപ്പിൾ അല്ല. അങ്ങനെയുള്ളൊരു കളറാണ്. ഭയങ്കര സ്ട്രെച്ചി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി നമുക്ക് ഹെയറൊക്കെ എന്തെങ്കിലും ചെയ്യണം. ഹെയർ ഇങ്ങനെ മെസ്സി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഹെയറിൽ ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ചടയൊന്നും കളയുന്നില്ല. ഇവിടെ വരെയൊക്കെ ഇങ്ങനെ കോമ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിന്നൊരു സൈഡ് ബണ്ണാക്കിയാലോ. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹെയറിൻ്റെ ഇടയ്ക്കാകുമ്പോൾ അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ ചെറുതായിട്ടൊന്നിങ്ങനെ ഈ ക്ലിപ്പും കൊണ്ട് ഇങ്ങനെ വെക്കുക. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ലൂസായിട്ട് ഇച്ചിരി നേരം കഴിയുമ്പോൾ വരും അല്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഈ സൈഡിലേക്ക് തന്നെ ചെറുതായിട്ടിങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ 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 ട്വിസ്റ്റ് ചെയ്യും. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഹെയർ കൊണ്ട് തന്നെ അങ്ങ് ടൈ ചെയ്യും ഞാൻ. അപ്പം ഇല്ല, കുറച്ചിങ്ങനെ അതിൻ്റെ ആ ഹെയർ കുറച്ച്. അയ്യോ, അപ്പോൾ വാല് കാണാനില്ലല്ലോ. എനിക്ക് വാലുള്ളതായിരുന്നു ഇഷ്ടം. അപ്പോൾ ആ വാല് കണ്ടില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ കുറച്ചിങ്ങനെ ആക്കാം. ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ പകുതിയായിട്ട് നോട്ട് ഇട്ട്, അല്ലെങ്കിൽ ഇതിനകത്തോടെ മുഴുവനായിട്ട് ഇങ്ങനെ ഒരു കെട്ടിവെക്കാം. ഇതിങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ കേളി ഹെയറൊക്കെ ആയിട്ടുള്ള നല്ല കേളി ഹെയർ ആയിട്ടുള്ളവർ ഇങ്ങനെ ഇരുന്നോളും. പക്ഷെ ഇച്ചിരി സിൽക്കി ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര അങ്ങ് ഇരിക്കില്ല. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സ്പൈറലായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിവിടെ കോമൺ ആയിട്ട് കിട്ടും സ്റ്റോറുകളിൽ. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ കിട്ടും, ബ്ലാക്ക് കിട്ടും. ഞാൻ ബ്രൗണാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ കുറച്ച് ബ്രൗൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. പിന്നെ ഒരുപാട് പിന്നൊന്നും കുത്തണ്ട, അതിലങ്ങ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഹെയർ വയ്ക്കാം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഹെയർ വയ്ക്കും. അതെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ലൈഡൊക്കെ കുത്തും. ഇങ്ങനെ ചിലപ്പോൾ ഒരു സ്ലൈഡൊക്കെ കുത്തി വയ്ക്കും. ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ. പിന്നെ ഈ നെക്ലസ് എനിക്ക് തോന്നുന്നു ഇതിന് ചേരുമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിൽവറാണ്. ഇതിൽ നിറച്ചിങ്ങനെ ഡയമണ്ടൊന്നുമല്ല, സ്റ്റോൺസ് ഉണ്ട്. ചേരുന്നുണ്ടല്ലേ. പക്ഷെ നെക്ലസ്സാണ് ചേരുന്നത്. പക്ഷെ ഞാൻ ഓർക്കുന്ന ഇയറിങ്സ് ഇട്ടാലോ ഒന്ന്. രണ്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഓവറാവും. ഈ ലുക്കല്ലേ കുറച്ചുകൂടി നല്ലത്. എനിക്ക് ഓവറായിട്ട് ജ്വല്ലറി വെയർ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ആൻറ്റി മേക്കപ്പ് മുഴുവൻ ചെയ്യുന്ന ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ മേക്കപ്പ് ചെയ്യുന്ന സമയം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ്, പടമൊക്കെ വരയ്ക്കും. അപ്പോൾ മുഖത്തൊരു പടം വരെയാണല്ലോ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി ലേറ്റായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ നൗ.